ഇന്ന് ഫെബ്രുവരി 14. ഇറ്റ് മീൻസ് വാലന്റൈൻസ് ഡേ. ലവ് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു റീസൺ ഒന്നും വേണ്ട, പക്ഷെ ഒരു റീസൺ കിട്ടിയാലോ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? വാലന്റൈൻസ് ഡേ ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ലൈഫിൽ നമ്മൾ വലിയ കാര്യങ്ങൾക്കായി വെയിറ്റ് ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ ഹാപ്പിനെസ് കൂടുതലും കിട്ടുന്ന ചെറിയ മൊമെന്റ്സിലാണ്. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഗിഫ്റ്റുകൾ കൊണ്ട് മാത്രം വാല്യൂ ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഫീലിങ്സ് കൊണ്ടാണ് ഇത് സ്പെഷ്യൽ ആവുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ പറയും, ലൈഫിൽ കിട്ടുന്ന ചെറിയ സെലിബ്രേഷൻ പോലും നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ല. ലവ് ഉണ്ടെങ്കിൽ അത് ഷോ ഓഫ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടെങ്കിൽ വൈ നോട്ട്? നിങ്ങൾക്കത് ആഘോഷിക്കാം. വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട, ഒരു സ്മോൾ റോസ് വാങ്ങിച്ചു കൊടുക്കുന്നേ, അതും അല്ലെങ്കിൽ ഒരു സ്മോൾ വാക്ക്, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ചിൽ ഔട്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് അടി. ഇത്തരം ചെറിയ മൊമെൻ്റ് ആണ് റിലേഷൻഷിപ്പിൻ്റെ റിയൽ വാല്യൂ നൽകുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സമയം കുറച്ചായാലും ആ മെമ്മറീസിന് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്കൊരു വാലന്റൈൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ മറക്കില്ല. ബിക്കോസ് സംടൈംസ് ദ സ്മോളസ്റ്റ് സെലിബ്രേഷൻ ക്രിയേറ്റ് ദ സ്ട്രോങ്ങസ്റ്റ് കണക്ഷൻ എന്നാണ് പറയാറുള്ളത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.